മര്യാദക്ക് പൊക്കോ, അതാ നിനക്ക് നല്ലത്. മുത്തേ, നിനക്ക് കേൾക്കുന്നുണ്ടോ? നിന്റെ അടുത്തായി പറഞ്ഞേ. പോടാ. എടാ ഇവനെ പിടിച്ചോണ്ട് പോ. അല്ലെങ്കിൽ അവനെ കൊന്നുകളയും. എടാ വേണ്ടടാ, വാടാ. പോടാ. ഏട്ടാ എടാ, ഒന്ന് വാടാ. നിക്ക്. ഇവിടെ എന്താ ചെയ്യുന്നേ? എന്തിനാ ഇങ്ങോട്ട് വന്നേ? അങ്ങനെ ചോദിക്കുമ്പോളെ ഈ കല്യാണം നിനക്ക് ഇഷ്ടമല്ലെന്ന് എനിക്ക് അറിയാം മുത്തേ. നിനക്കെന്താ ഭ്രാന്താണോ? ഇഷ്ടമില്ലാതെ ഞാൻ എന്തിനാ അവിടെ അല്ല ഇരിക്കുന്നേ? മുത്തേ, നിനക്ക് ഇഷ്ടമില്ലാതെ അവിടെ ഇരിക്കുന്നേ എനിക്കറിയാം, ഉറപ്പാ. അവള് പറഞ്ഞത് നീ ഞാൻ കേട്ടില്ലേ? കാല് പിടിക്കാം. മര്യാദക്ക് പൊക്കോ. പോടാ. ഏട്ടാ, അവന്റെ ദേഹത്ത് ഒരടി വീണാലും ഞാൻ വെറുതെ വിടത്തില്ല. കൈയെടുക്ക്. മാറാ. ഏയ്. ആ. 5 നിമിഷത്തിൽ കല്യാണം വെച്ചോണ്ട് ഇവിടെ വന്ന് സിംഗരിക്കുന്നോ? പറയടി. നീ പറഞ്ഞ സത്യ. എനിക്ക് ഈ കല്യാണത്തിൽ ഇഷ്ടമില്ല. ഞാൻ എന്ത് ചോദിച്ചാലും നീ ചെയ്യാന്നല്ലേ പറഞ്ഞേ? ഇപ്പൊ ചോദിക്കാം, ചെയ്യോ? ഇവനെ അടിക്കേ. എന്ത്? ഈ ഭ്രാന്തൻ എന്നെ തല്ലുന്നോ? ഇവനാ? എടാ തല്ലടാ, തല്ലാൻ. എടാ തല്ലടാ, തല്ലാനാ പറഞ്ഞേ. അടിയടാ പുല്ലേ. എന്റെ കൂടെ ഒന്ന് ജീവിച്ചു നോക്കും മുത്തേ. ഞാൻ നല്ലവനാണോ പ്രാന്തനാണോ നിനക്ക് മനസ്സിലാവും. മുത്തേ, ഏട്ടാ, അവൻ നിങ്ങളെ അടിച്ചാ എനിക്ക് സഹിക്കാൻ കഴിയില്ല. വിട്ടേക്കേ. അത് ഞാൻ നോക്കിക്കോളാം, വിട്ടേക്കേ. ഇന്ന് നമ്മുടെ പാഠം എന്താണെന്ന് വെച്ചാ, അച്ഛാ, അച്ഛാ, എന്തിനാ ഇതിനെ എല്ലാരും ദൈവമായിട്ട് വിചാരിച്ച് പ്രാർത്ഥിക്കുന്ന? ദേവി ഭഗവതിയുടെ ആടാ. കഴിഞ്ഞ 12 വർഷങ്ങളായിട്ട് ദേവി ഭഗവതിയുടെ ഉത്സവത്തിന് വേണ്ടി ജനങ്ങളെ മുഴുവൻ ഇതിനെ സംരക്ഷിച്ചുകൊണ്ട് വരുക. ഇനി 2 മാസത്തിന് ശേഷം ദേവി ഭഗവതിക്ക് ഇത് അർപ്പിച്ച നാട്ടിലെ കഷ്ടകാലം അവസാനിക്കും. അച്ഛാ, നാളെ എവിടെയെങ്കിലും കളഞ്ഞു പോയാലോ? അതിനെ കഴുത്തി മണി കെട്ടിയിരിക്കുന്നേ. അപ്പ മണി ആരെങ്കിലും എടുത്തു കൊണ്ടുപോയാലോ? ആ മണിയുടെ ശബ്ദം എവിടെ കേട്ടാലും നമ്മുടെ അടുത്തേക്ക് ഓടി വന്നോളും. മഹിമ, അത്രയ്ക്ക് മഹിമയുള്ളതുകൊണ്ടാ നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം സഫലമാകുന്നത്. നാട്ടുകാരെല്ലാവരുടെയും വിശ്വാസമാണ്. അപ്പ അച്ഛൻ എന്താ പ്രാർത്ഥിച്ചത്? ഞാനെന്ത് പ്രാർത്ഥിക്കാനാ മോളെ? നിനക്ക് നല്ല വിദ്യാഭ്യാസം കിട്ടാൻ മാത്രം, അത്രേ ഉള്ളൂ. എന്റെ അച്ഛനും എന്നെ ഒരുപാട് പഠിപ്പിക്കാനായിട്ട് ശ്രമിച്ചു, പക്ഷെ കഴിഞ്ഞില്ല. ശരി, നിന്നെങ്കിലും പഠിപ്പിച്ച് എന്റെ അച്ഛന്റെ ആഗ്രഹങ്ങൾ സഫലമാക്കും. നോക്കി മോളെ, നീ പഠിക്കുമല്ലേ? വാ. എടോ, ഭഗവതി പറഞ്ഞ കാര്യം നീ മറന്നോ? എന്തിനാ വെറുതെ അവളെ മോഹിപ്പിക്കുന്നേ? ആരും പഠിക്കാൻ പാടില്ലെന്നൊന്നും പറഞ്ഞിട്ടില്ല. ഇതൊക്കെ അവര് തുടങ്ങി വെച്ചതാ. ഈ യജമാനെ പിടക്കുന്നതല്ലാതെ നാട്ടുകാരെയും പിടക്കണം. ഭഗവതി പറഞ്ഞ കാര്യം അവരെങ്ങനെ തട്ടിക്കളയോ? ആ നിമിഷം എനിക്ക് ഓർമ്മ വന്ന ഒരാളാണ്. മാഷേ, നിനക്കെന്താണ് ഭ്രാന്താണോ? ആരാടാ നീ? മാഷേ, എന്റെ മോളെ കൂടി ഒന്ന് പഠിപ്പിക്കുമോ മാഷേ? പറഞ്ഞു കേട്ടില്ല. മാഷേ മാഷേ മാഷേ, അങ്ങനൊന്നും പറയില്ല മാഷേ. നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞാൻ ചെയ്തോളാം. ഇതൊന്നും മാത്രം എനിക്ക് വേണ്ടി ചെയ്തുകൂടെ? കാല് പിടിച്ച് ഞാൻ കെഞ്ചി ചോദിക്കുമോ മാഷേ? നീയും എടാ, നിനക്ക് അടുത്ത ഗ്രാമത്തിൽ പോയി പഠിച്ചൂടെ? ഞങ്ങളെ പള്ളിക്കൂടത്തിനകത്ത് കേട്ടില്ല മാഷേ. എനിക്ക് പറയുന്ന കേട്ടില്ലേ? എനിക്ക് ഒന്നും സംഭവിച്ചില്ലല്ലോ. യജമാൻ ഇതറിഞ്ഞ എന്നെ വെറുതെ വിടില്ല. നീയും എന്നെ വിടുന്ന പോലെ ഇല്ല. നിനക്ക് എന്താടാ ജോലി? മാഷെ, ഞാനാ കാടിനടുത്ത് ആടിനെ മേയ്ക്കുന്നവനാ. അതെയോ? അവിടൊക്കെ കാട്ടുതേന് നന്നായിരിക്കുന്നു പറയുന്നു. ശരീരത്തിന് നല്ലതാ. യജമാന്റെ മക്കള് പള്ളിക്കൂടത്തുനിന്ന് സംസാരിക്കുമ്പോ കേട്ടതാ. ശരി മാഷെ. ആ തേന് എനിക്ക് വേണ്ടി കുറച്ച് കൊണ്ടുവരോ? പറയടാ. കൊണ്ടുവന്നോളാം മാഷെ, പക്ഷെ എന്റെ മോളുടെ പഠിത്തോ? പറയടാ, നീ എടുത്തോണ്ട് വാ, ഞാൻ പറയാ.
സാരിഗരി പഠിച്ചോളും മോളെ. മാഷേ, ഞാൻ തേൻ കൊണ്ടുവന്നോളാം. അച്ഛാ അവിടെ നമ്മള് തേനീച്ച കൊത്തിയാ നമ്മൾ എന്ത് ചെയ്യും? പേടിക്കണ്ട മോളെ, അതിനെ ചാക്ക് ഒന്നും സംഭവിക്കില്ല. വാ, വേണ്ട അച്ഛാ. അവിടെ പോയി നിന്നോ, ഉം. ഞാൻ പോയി തേനെടുത്തോണ്ട് വരാം. ആ. അച്ഛാ സൂക്ഷിച്ച്. അച്ഛാ. നീ ദൂരെ പോയി നിൽക്കേ. അച്ഛാ. മോളെ, മോളെ, അച്ഛാ കൊത്തുന്നു മോളെ. അച്ഛാ. കൊള്ളാവോ മാഷേ? ആ എഴുതാൻ സ്ലൈറ്റ് ഒക്കെ ഉണ്ടോ? ഞാൻ എന്താ എന്റെ വിരലുകൊണ്ട് എഴുതണോ? അതിനകത്തൊന്നും എടുക്ക്. എന്നതാ ആ ആ ഈ ഈ ആ ഇരി അവിടെ ഇരിക്ക്. ഇരിക്ക്. എന്നാ പിടി. ആ ആ ആ അങ്ങനെയല്ല, ഞാൻ പറഞ്ഞ പോലെ തിരിച്ചു വെക്ക്. ആ ആദ്യം ഉള്ളത് എന്താ? ആ പറയേ. ആ ആ. ആ ആ. ഈ ഈ. ഈ ഈ. ചോദിക്കുന്ന കേട്ടില്ലേ മോളെ? കൊടുക്ക്. നിനക്കെന്തറിയടാ? മിണ്ടാരിയടാ. ഈ ഹൈ അങ്ങനല്ല. ആ, ആ, ഇത് ഈ. ആ, ഡാ, നീ എന്താ അല്ല, ചെയ്യുന്നത്? ഈ- പോ അങ്ങോട്ട്, പോ പോ. ആ ഏയ്. മാഷ് പഠിപ്പിച്ചു തരുന്നത് പോലെ സരസ്വതി മെല്ലെ മെല്ലെ അക്ഷരങ്ങളിൽ നിന്നും വാക്യത്തിലേക്ക് വന്നു. ഓ ആ ഈ ഇല. ഈ ഇല. ഉ ഉരൽ. ഉരൽ. പുഷ്പലത എന്റെ രണ്ടാമത്തെ ഭാര്യ. അവൾ എന്റെ ആദ്യത്തെ ഭാര്യനും വേർപെടുത്തി. ദിവസം എന്നോട് വഴക്കിട്ടല്ലെങ്കിൽ അവക്ക് ഉറക്കം വരൂല. നീ എനിക്കൊരു പണി ചെയ്യൂ. ആ, ആ മലയുടെ മുകളിൽ ഒരു അത്ഭുത മരം ഉണ്ടല്ലോ, അവിടെ ആ മരത്തിൽ ഒരു അത്ഭുത പൂ പൂക്കൂ അത്രേ. അത്ഭുത ആ പുഷ്പം. അത് തന്നെ. ആ പൂ നീ എനിക്ക് വേണ്ടി കൊണ്ടുവന്ന ഞാൻ അതെന്റെ രണ്ടാമത്തെ ഭാര്യക്ക് കൊടുക്കും. എന്നിട്ട് അവളുടെ മനസ്സ് മാറ്റി ഞാൻ അവളെ വീട്ടിലേക്ക് വിളിച്ചോണ്ട് വരും. എന്തേ, പറിച്ചോണ്ട് വരോ? അല്ലെങ്കിൽ അത് പിന്നെ ഞാൻ കൊണ്ടുവന്നോളാം. ആ പൊന്നുംകുടം പുഷ്പലതേ. അച്ഛാ ആ മല കാണാൻ ആകാശത്തിലുള്ളത് പോലെയുണ്ട്. വേണ്ട അച്ഛാ, ഞാൻ പറയുന്നത് കേക്ക്. ഒന്നും സംഭവിക്കില്ല. നീ ഇവിടെ തന്നെ നിന്നോ, ഞാൻ വേഗം പോയിട്ട് വരാം. ഇവിടെ തന്നെ നിൽക്കണേ. അച്ഛാ സൂക്ഷിച്ച്. അച്ഛാ. അവിടെ തന്നെ നിന്നോ, സൂക്ഷിച്ച്. അച്ഛാ. അച്ഛാ നിങ്ങൾക്ക് ഇതുപോലെ പരുക്ക് പറ്റുമെങ്കിൽ എനിക്ക് പഠിത്തം തന്നെ വേണ്ട. ഇത് വേറെ ആര് പറഞ്ഞാലും കുഴപ്പമില്ല, പക്ഷെ നീ പറയാൻ പാടില്ല. പുഷ്പലത. പുഷ്പലതേ, എന്റെ പുഷ്പലതേ, ഇതാ വന്നു.